Dear students, today I'd like to discuss chapter 18 from the textbook, Fine Tune Your English. The name of the chapter is Concord. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈൻ ട്യൂൺ യുവർ ഇംഗ്ലീഷ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ 18th ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് കോൺകോഡ്. വാട്ട് ഈസ് കോൺകോഡ്? നമ്മുടെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ കോൺകോഡിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം ആ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. Concord means the agreement between the subject and the verb. It can also mean the agreement between the subject and the complement, subject-object concord and pronoun concord. That is the agreement between the subject and the pronoun. അതായത് മെയിൻ ആയിട്ട് 4 ടൈപ്സ് എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ കോൺകോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എഗ്രിമെൻ്റ് ആണ് എന്ത്? എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് ദ വേർബ്. അതായത് നമ്മൾ യൂസ് ചെയ്യണ സബ്ജക്റ്റും അതിൻ്റെ കൂടെ യൂസ് ചെയ്യണ വേർബും എഗ്രി ചെയ്യണം. അതായത് സിംഗുലർ സബ്ജക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ സിംഗുലർ വേർബ് തന്നെ യൂസ് ചെയ്യണം. പ്ലൂറൽ സബ്ജക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്ലൂറൽ വേർബ് തന്നെ യൂസ് ചെയ്യണം. അതാണ് ഫസ്റ്റ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ സബ്ജക്റ്റ് ആൻഡ് ദ കോംപ്ലിമെൻറ്റ്. നമ്മൾ യൂസ് ചെയ്യണ സബ്ജക്റ്റും അതിൻ്റെ കോംപ്ലിമെൻറ്റും. വാട്ട് ഈസ് കോംപ്ലിമെൻറ്റ്? അതായത് സബ്ജക്റ്റിൻ്റെ ക്വാളിറ്റീസ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കോംപ്ലിമെൻറ്റും ആ ഫോമിൽ തന്നെ ആയിരിക്കണം. പ്ലൂറൽ ആണെങ്കിൽ കോംപ്ലിമെൻറ്റും പ്ലൂറൽ ഫോമിലായിരിക്കണം. ദെൻ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് കോൺകോഡ്. അതായത് നമ്മളൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്യണ സബ്ജക്റ്റും ഒബ്ജക്റ്റും എഗ്രി ചെയ്യണം. ആൻഡ് ഫൈനലി pronoun concord. Pronoun concord means agreement between the subject and the pronoun. നമ്മളൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്ന സബ്ജക്റ്റും അതിൻ്റെ പ്രോനൗണും എഗ്രി ചെയ്തിരിക്കണം. അപ്പം 4 എഗ്രിമെൻറ്റ്സിനെയാണ് മെയിനായിട്ട് നമ്മൾ കോൺകോഡ് എന്ന് പറയുന്നത്. എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് ദ വേർബ്, ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് ദ കോംപ്ലിമെൻറ്റ്, ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് ഓബ്ജക്റ്റ് ആൻഡ് ഫൈനലി ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് ഇറ്റ്സ് പ്രോനൗൺ. ഇന്ന് നമ്മുടെ ടെക്സ്റ്റിൽ മെയിനായിട്ട് നമ്മൾ ഈ കോൺകോഡിൻ്റെ എക്സസൈസുകൾ ചെയ്യുന്ന സമയത്ത് വരുത്തുന്ന 11 മിസ്റ്റേക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് അതിൽ ഓരോ മിസ്റ്റേക്സ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ ഓരോ പോയിന്റ്സ് ആയിട്ടാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലുള്ള ഓരോ എറേഴ്സും ഓരോ എക്സാമ്പിളിലൂടെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, every member of that crowd of 2000 people were dissatisfied with the performance on the stage. ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസിൽ അതിൻ്റെ തുടക്കത്തിൽ സബ്ജക്റ്റ് ആയിട്ട് എവ്രി മെമ്പർ എന്നുള്ള ഒരു വേർഡ് കാണാം അല്ലേ? അപ്പോൾ എവ്രി മെമ്പർ എന്നുള്ളത് സിംഗുലർ ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്കതിൽ വേർബ് നോക്കാം. അപ്പോൾ എവ്രി മെമ്പർ ഓഫ് ദാറ്റ് ക്രൗഡ് ഓഫ് 2000 പീപ്പിൾ were dissatisfied. അപ്പോൾ നമ്മുടെ were dissatisfied എന്നാണ് അവിടെ യൂസ് ചെയ്തത് അല്ലേ? അപ്പോൾ എവ്രി മെമ്പർ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണമായിരുന്നു? സിംഗുലർ വേർബ് തന്നെ യൂസ് ചെയ്യണമായിരുന്നു. പക്ഷേ നമ്മളിവിടെ were എന്നുള്ള പ്ലൂറൽ വേർബാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ എവ്രി മെമ്പർ ഓഫ് ദാറ്റ് ക്രൗഡ് ഓഫ് 2000 പീപ്പിൾ, അവിടെ നമുക്ക് 2000 പീപ്പിൾ എന്നുള്ളൊരു വേർഡ് കോമ്പിനേഷൻ കാണാം അല്ലേ? ഈ 2000 പീപ്പിൾ എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ആ പ്ലൂറൽ നൗൺ വന്നതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വേർബ് യൂസ് ചെയ്തത്. അപ്പോൾ ആ പ്ലൂറൽ നൗൺ വേർബിന് തൊട്ട് മുമ്പ് വന്നപ്പോൾ നമുക്ക് ആ പ്ലൂറൽ നൗൺ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളവിടെ വേർബ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു സെൻറ്റൻസിൽ തൊട്ടടുത്തിരിക്കുന്ന നൗൺ അതിൻ്റെ വേർബിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മിസ്റ്റേക്കാണ് എറർ ഓഫ് പ്രോക്സിമിറ്റി. പ്രോക്സിമിറ്റി മീൻസ് നിയർനെസ്. സോ what is error of proximity? In a sentence, a verb is influenced by its nearest noun is known as error of proximity. അതായത് ഒരു സെൻറ്റൻസിൽ അതിൻ്റെ വേർബിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന നൗൺ അതിൻ്റെ വേർബിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എറർ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ തൊട്ടടുത്ത നൗൺ നോക്കിയല്ല ഒരു സെൻറ്റൻസിലെ വേർബ് എഴുതേണ്ടത്, അതിൻ്റെ ആക്ച്വൽ സബ്ജക്റ്റ് നോക്കിയാണ് നമ്മൾ വേർബ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ എവ്രി മെമ്പർ എന്നുള്ളതാണ് ഇതിൻ്റെ ആക്ച്വൽ സബ്ജക്റ്റ്. പക്ഷെ നമ്മൾ 2000 പീപ്പിൾ എന്നുള്ള നൗൺ അവിടെ വന്നതുകൊണ്ട് വേർബ് അതിൻ്റെ തൊട്ടടുത്ത് എഴുതിയത് കൊണ്ട് അവിടെ എറർ ഓഫ് പ്രോക്സിമിറ്റി വന്നത്. നമ്മൾ ആ നൗൺ നോക്കിയിട്ടാണ് അവിടെ വേർബ് യൂസ് ചെയ്തത്. അതായത് 2000 പീപ്പിൾ എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ വേർ എന്നുള്ള ടേം അവിടെ യൂസ് ചെയ്തു. അപ്പോൾ അത് ആക്ച്വലി മിസ്റ്റേക്ക് ആണ്. അപ്പം ഇങ്ങനെ തൊട്ടടുത്ത നൗൺ വെച്ച്
വേർബ് യൂസ് ചെയ്യുമ്പോഴുള്ള മിസ്റ്റേക്കിനെയാണ് നമ്മൾ എറർ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് കറക്റ്റ് ചെയ്യാം. അതായത് every member of that crowd of 2000 people was dissatisfied with the performance on the stage. അപ്പോൾ നമുക്ക് every member എന്ന് വന്നതുകൊണ്ട് അവിടെ were യൂസ് ചെയ്യാൻ പാടില്ല. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് was ആണ്. അപ്പോൾ അത് കറക്റ്റായി. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് എക്സാമ്പിൾ, the audience was restive and they greeted the singer with boos and catcalls. ഈ എക്സാമ്പിളിൽ ഓഡിയൻസ് എന്നുള്ള ടേം ആണ് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഓഡിയൻസ് ഒരു കളക്റ്റീവ് നൗൺ ആണ്. വാട്ട് ഈസ് എ കളക്റ്റീവ് നൗൺ? എ കളക്റ്റീവ് നൗൺ റെപ്രസെൻറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതായത് ഒരു കൂട്ടം ആളുകളെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണ നൗണിനെയാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. സോ we can use a collective noun either as singular or as plural. അതായത് ഒരു കളക്റ്റീവ് നൗൺ നമുക്ക് സിംഗുലർ ആയിട്ടോ പ്ലൂറൽ ആയിട്ടോ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. We should prefer the plural verb when the personal individuality within the group is meant. അതായത് ഒരു ഗ്രൂപ്പിൽ ഓരോ ഇൻഡിവിജ്വൽസിനെ റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ പ്ലൂറൽ ആയിട്ട് നോക്കാം. അതായത് ഓരോ ഇൻഡിവിജ്വൽസിനെയാണ് മീൻ ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട വെർബ് പ്ലൂറൽ ആയിരിക്കണം. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് എ ഗ്രൂപ്പ് ആസ് എ സിംഗിൾ ഹോൾ we can use a singular verb. അതായത് നമ്മൾ ഗ്രൂപ്പിനെ ആസ് എ ഹോൾ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നോക്കണമെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വെർബ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ the audience was restive and they greeted the singer with boos and catcalls. ഈ സെൻറ്റൻസ് തെറ്റായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന് രണ്ട് രീതിയിൽ കറക്റ്റ് ചെയ്യാം. ഒന്നുകിൽ രണ്ട് പാട്ടും ഒരേ ഫോമിലാക്കണം, രണ്ടും പ്ലൂറലിലാക്കണം, അല്ലെങ്കിൽ രണ്ട് സിംഗുലറിലാക്കണം. അപ്പോൾ നമുക്ക് ആദ്യം രണ്ടും സിംഗുലറിലാക്കി നോക്കാം. ദ ഓഡിയൻസ് വാസ് റെസ്റ്റീവ് ആൻഡ് ദേ എന്നാണ് അവിടെ കിടക്കുന്നത് അല്ലേ. ദേ ഒരു പ്ലൂറൽ പ്രോനൗൺ ആണ്. അപ്പോൾ നമുക്കത് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിന് പകരമായിട്ടുള്ള സിംഗുലർ പ്രോനൗൺ ആയിട്ടുള്ള ഇറ്റ് അവിടെ യൂസ് ചെയ്താൽ അത് കറക്റ്റായി. അപ്പോൾ ദ ഓഡിയൻസ് വാസ് റെസ്റ്റീവ് ആൻഡ് ഇറ്റ് ഗ്രീറ്റഡ് ദ സിംഗർ വിത്ത് ബൂസ് ആൻഡ് കാറ്റ്കോൾസ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് രണ്ടിനെയും പ്ലൂറൽ ആക്കാം. അതായത് ദ ഓഡിയൻസ് വേർ റെസ്റ്റീവ് ആൻഡ് ദ ഗ്രീറ്റഡ് ദ സിംഗർ വിത്ത് ബൂസ് ആൻഡ് കാറ്റ്കോൾസ് എന്നാക്കാം. അപ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഒരു സെൻറ്റൻസിൻ്റെ രണ്ട് പാർട്ടും ഒരേ ഫോമിലായിരിക്കണം. ഒന്ന് സിംഗുലർ ആണെങ്കിൽ മറ്റേ പാർട്ടും സിംഗുലർ തന്നെ ആയിരിക്കണം. ഒന്ന് പ്ലൂറൽ ആണെങ്കിൽ മറ്റേ പാർട്ടും പ്ലൂറൽ തന്നെ ആയിരിക്കണം. ഇതാണ് ഈ മിസ്റ്റേക്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. തേർഡ് എക്സാമ്പിൾ, ദി ഓഡിറ്റോറിയം ആസ് വെൽ ആസ് ഇറ്റ്സ് premises were crowded with people. So we can see the term as well as here. So words joined to the singular subject with as well as, together with, along with, etc. do not affect the number. അതായത് നമ്മളൊരു സിംഗുലർ സബ്ജക്റ്റിന് ശേഷം ആസ് വെൽ ആസ്, ടുഗെദർ വിത്ത്, അലോങ് വിത്ത് ഈ വേർഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്ന വേർഡ്സ് ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ സിംഗുലർ സബ്ജക്റ്റ് ആണോ ആസ് വെൽ ആസിനോ ടുഗെദർ വിത്തിനോ അല്ലെങ്കിൽ അലോങ് വിത്തിനോ മുമ്പുള്ളത്, അപ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട വേർബും സിംഗുലർ തന്നെ ആയിരിക്കണം. പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് പ്ലൂറൽ വേർബ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ദി ഓഡിറ്റോറിയം ആസ് വെൽ ആസ് ഇറ്റ്സ് premises were crowded with people എന്നാണ് നമ്മുടെ എക്സാമ്പിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണല്ലേ. നമുക്കത് എന്തായിട്ട് മാറ്റണം? ദി ഓഡിറ്റോറിയം ആസ് വെൽ ആസ് ഇറ്റ്സ് premises was crowded എന്നാക്കിയത് മാറ്റണം. അതായത് ഓഡിറ്റോറിയം എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മളവിടെ was crowded എന്നാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഈ എററിൽ പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ, neither the stage attendants nor the manager were able to control the crowd. Here we can see the neither nor construction. When we use the neither nor construction, we generally allow the proximity principle to operate. That means the verb agrees with the noun near it. അതായത് ഇവിടെ നമുക്ക് neither nor construction ആണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ neither nor construction യൂസ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പ്രിൻസിപ്പിൾ ആണ് പ്രോക്സിമിറ്റി പ്രിൻസിപ്പിൾ. വാട്ട് ഈസ് പ്രോക്സിമിറ്റി പ്രിൻസിപ്പിൾ? അതായത് നമ്മുടെ വേർബിൻ്റെ തൊട്ടടുത്ത് തന്നെ നൗൺ ഏതാണെന്ന് നോക്കണം. ആ നൗൺ ഏത് ഫോമിലാണോ ആ ഫോമിൽ തന്നെയാണ് വേർബും യൂസ് ചെയ്യേണ്ടത്. അതായത് ആ നൗൺ സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വേർബ് യൂസ് ചെയ്യണം, പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യണം. അതായത് ഇതിലെ റിയൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നോർ എന്ന വേർഡിന് ശേഷം വരുന്ന വേർഡായിരിക്കും. അപ്പം നോർ കഴിഞ്ഞിട്ട് വന്ന വേർഡ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വേർബ് യൂസ് ചെയ്യണം, പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യണം. ഇപ്പം നമുക്ക് നമ്മുടെ എക്സാമ്പിൾ നോക്കാം. neither the stage attendants nor the manager were able to control the crowd. ഇവിടെ
നമുക്കറിയാം നോറ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള വേർഡാണ് ദ മാനേജർ എന്നുള്ളത്. മാനേജർ എന്നുള്ളത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ വേർ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വേർ എന്ന വേർബാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വേർ ഒരു പ്ലൂറൽ വേർബാണ്. അപ്പോൾ നമുക്കിവിടെ മിസ്റ്റേക്ക് ആണത്. അപ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? Neither the stage attendants nor the manager was able to control the crowd എന്ന് പറയണം. കാരണം നോറ് കഴിഞ്ഞിട്ട് വന്ന ആ ദ മാനേജർ എന്നുള്ളതാണ് അതിൻ്റെ ആക്ച്വൽ സബ്ജക്റ്റ്. അത് സിംഗുലർ ഫോമിലാണുള്ളത്. അപ്പോൾ നമുക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളവിടെ വാസ് യൂസ് ചെയ്യണം. Next example, it seemed that either the poor arrangements or the lack of space were responsible for this situation. Here we can see the either or construction. In an either or construction, the verb depends on the noun that comes after or. അതായത് either or constructionൽ നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ either or constructionൽ or കഴിഞ്ഞിട്ട് വന്ന noun ഏത് ഫോമിലാണോ, അത് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വേർബ് യൂസ് ചെയ്യണം, പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യണം. അപ്പോൾ ഈ എക്സാമ്പിളിൽ ഇറ്റ് സീം ദാറ്റ് either the poor arrangements or the lack of space was responsible for this situation എന്നാണ് നമുക്ക് പറയേണ്ടിയിരുന്നത് അല്ലേ. അതായത് lack of space എന്നുള്ളത് സിംഗുലർ ഫോമിലാണുള്ളത്. അപ്പോൾ നമ്മളവിടെ was ആണ് പറയേണ്ടത്, വേറല്ല. Next example, more than one attempt were made to rush onto the stage. Here we can see the term more than one. More than one എന്നുള്ള ടേം എപ്പോഴും സിംഗുലർ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാറുള്ളത്. സോ more than one എന്നുള്ള ടേം എവിടെ വന്നാലും ആ സെൻറ്റൻസിൽ നമ്മൾ സിംഗുലർ വേർബ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് കറക്റ്റ് ചെയ്യാം. more than one attempt was made to rush onto the stage. അപ്പം more than one attempt where എന്നുള്ളത് മാറ്റി അവിടെ നമുക്ക് was ആയിട്ട് മാറ്റണം. കാരണം more than one എന്നുള്ളത് സിംഗുലർ ആണ്. അപ്പോൾ ഇവിടെ was എന്നുള്ള സിംഗുലർ വേർബ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. Seventh example, the crowd grew so muddle-headed that good and bad music alike was greeted with shouts. Here we can see the term music. Music is actually an uncountable word. Music actually uncountable word ആണ്. അതിന് പ്ലൂറൽ ഫോം ഇല്ല. പക്ഷേ ഇവിടെ നമുക്ക് കാണാം ഗുഡ് ആൻഡ് ബാഡ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. രണ്ട് ടൈപ്സ് ഓഫ് മ്യൂസിക് മീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്ലൂറൽ കേസിലാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്. സോ വി ക്യാൻ യൂസ് എ പ്ലൂറൽ വേർബ് there. The crowd grew so muddle-headed that good and bad music alike were greeted with shouts. അപ്പോൾ നമുക്ക് അവിടെ was മാറ്റിയിട്ട് were greeted എന്നാക്കി മാറ്റണം. കാരണം അവിടെ ഗുഡ് ആൻഡ് ബാഡ് മ്യൂസിക് എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ പ്ലൂറൽ ഫോമിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ was greeted പറ്റില്ല, were greeted ആയിട്ട് മാറ്റണം. Next example, it is I who is to blame for bringing in these fools, lamented the manager. Here we can see the relative pronoun who. ഇവിടെ നമുക്ക് who എന്ന relative pronoun കാണാം. അതായത് ഒരു relative pronoun അതിൻ്റെ തൊട്ട് മുമ്പുള്ള noun ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പം ആ relative pronounന് ശേഷം യൂസ് ചെയ്യേണ്ട വേർബും ആ റിലേറ്റീവ് പ്രൊനൗണിന് മുമ്പുള്ള noun ഏതാണോ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് ഇറ്റ് ഈസ് ഐ ഹു ഈസ് ടു ബ്ലെയിം. ഐ എന്നുള്ളതാണ് അവിടുത്തെ noun, അതായത് ആൻറ്റിസിഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഐ എന്താണ്, ഐയുടെ കൂടെ നമുക്ക് ഒരിക്കലും ഈസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഐ ആം എന്നാണ് നമ്മൾ പറയാറ് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഇറ്റ് ഈസ് ഐ ഹു ആം ടു ബ്ലെയിം എന്നാണ് പറയേണ്ടത്. ഇറ്റ് ഈസ് ഐ ഹു ഈസ് ടു ബ്ലെയിം എന്നല്ല പറയേണ്ടത്. Next example, no, every man, woman and child who came here are to blame, said someone. ഇവിടെ നമുക്ക് every എന്നുള്ളൊരു ടേം കാണാം അല്ലേ. So singular nouns preceded by each or every are treated as singular even when they come in a row. അതായത് ഒരു സെൻറ്റൻസിൽ ഈച്ച് അല്ലെങ്കിൽ എവറി വെച്ച് തുടങ്ങുകയാണെങ്കിൽ അതിന് ശേഷം വരുന്ന വേർഡ്സ് എല്ലാം സിംഗുലർ ഫോംസിലാണ് ഉള്ളത്. ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ടെങ്കിലും എല്ലാം സിംഗുലർ ഫോംസിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ യൂസ് ചെയ്യേണ്ട വേർബ് സിംഗുലർ തന്നെ യൂസ് ചെയ്യണം. അതായത് ഇവിടെ നമുക്ക് നോ എവറി മാൻ വുമൺ ആൻഡ് ചൈൽഡ് ഹു കെയിം ഹിയർ ഈസ് ടു ബ്ലെയിം എന്നാണ് പറയേണ്ടത്. കാരണം എവറി എന്നുള്ള ടേം അവിടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മാൻ, വുമൺ, ചൈൽഡ് ഇതെല്ലാം സിംഗുലർ ഫോമിലുള്ള വേർഡ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ആർ എന്ന് പറയാൻ പാടില്ല, ഈസ് എന്നാണ് പറയാവുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞത് എവറി, ഈച്ച്, അത് കഴിഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സിംഗുലർ വേർഡ്സ് ആണ് അല്ലെങ്കിൽ ഒരു റോ ഓഫ് സിംഗുലർ വേർഡ്സ് ആണ് വരണമെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട വേർബും സിംഗുലർ തന്നെയാണ്. ഇനി വേറൊരു കാര്യം കൂടി, അതായത് നമ്മൾ ഒരു സീരീസ് ഓഫ് സിംഗുലർ നൗൺസിൻ്റെ തുടക്കത്തിൽ ദേർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അവിടെ there is എന്നാണ് പറയേണ്ടത്, there are എന്നല്ല പറയേണ്ടത്. ഫോർ എക്സാമ്പിൾ, there is no joy, no hope, no peace and no charity here. അതായത് ഇവിടെ there is എന്ന് പറയാൻ കാരണം joy, hope, peace, charity ഇതെല്ലാം സിംഗുലർ ഫോമിലുള്ള വേർഡ്സ് ആയതുകൊണ്ടാണ്. അപ്പം there വെച്ച് തുടങ്ങിയാലും സെയിം കേസ് തന്നെയാണ്, അവിടെ സിംഗുലർ വേർബ് തന്നെ യൂസ് ചെയ്യണം. 10th example, in the meantime, Mr. John, the manager's son and the deputy manager of the company was seen talking to the troublemakers. അതായത് ഈ എക്സാമ്പിളിൽ നമുക്ക് മിസ്റ്റർ ജോൺ എന്നുള്ള ഒരാളെ പേര് പറഞ്ഞിട്ടുണ്ട്, ദെൻ അയാളെ കുറിച്ചൊരു കോംപ്ലിമെന്റ് പറഞ്ഞിട്ടുണ്ട്, ദ മാനേജർ സൺ, ദെൻ ആൻഡ് ദ ഡെപ്യൂട്ടി മാനേജർ ഓഫ് ദി കമ്പനി എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സബ്ജക്റ്റ് നോക്കാം. മിസ്റ്റർ ജോൺ ദ മാനേജർ സൺ അതാണ് ഒരു സബ്ജക്റ്റ്, ദെൻ ദ ഡെപ്യൂട്ടി മാനേജർ ഓഫ് ദി കമ്പനി അതാണ് അടുത്ത സബ്ജക്റ്റ്, ദെൻ വാസ് സീൻ ടോക്കിംഗ് ടു ദ ട്രബിൾ മേക്കേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മിസ്റ്റർ ജോൺ എന്നുള്ള ആളാണ് മാനേജറിന്റെ മകനും ഡെപ്യൂട്ടി മാനേജറും എന്ന മീനിങ്ങിൽ പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ വാസ് യൂസ് ചെയ്ത പ്രശ്നമല്ല. പക്ഷെ നമുക്കിവിടെ ആൻഡ് ദ ഡെപ്യൂട്ടി മാനേജർ, അവിടെ ദ എന്നുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സൺ എന്നുള്ള മീനിങ്ങിലാണ് ദ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം മിസ്റ്റർ ജോൺ തന്നെയല്ല ഡെപ്യൂട്ടി മാനേജർ ഓഫ് ദി കമ്പനി എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവും. അപ്പോൾ അവിടെ രണ്ട് വ്യക്തികളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് വ്യക്തികളെ ഉദ്ദേശിച്ചതുകൊണ്ട് അവിടെ നമുക്ക് വാസ് സീൻ എന്ന് പറയാൻ പാടില്ല, വേർ സീൻ എന്നാണ് പറയേണ്ടത്. അപ്പം in the meantime, Mr. John, the manager's son and the deputy manager of the company were seen talking to the troublemakers എന്നാണ് നമ്മൾ അവിടെ പറയേണ്ടത്. കാരണം മിസ്റ്റർ ജോൺ എന്നുള്ളത് മാനേജർ സൺ ആണ്, പക്ഷേ ഡെപ്യൂട്ടി മാനേജർ ഓഫ് ദി കമ്പനി വേറൊരാളാണ്. അത് നമുക്ക് മനസ്സിലാവാൻ കാരണം ഡെപ്യൂട്ടി മാനേജർ എന്നുള്ളതിന് മുമ്പ് ദ എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് അവിടെ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നത്. Last example, here comes the CI and a few policemen cried someone. അതായത് നമ്മുടെ ഈ സെന്റൻസ് തുടങ്ങുന്നത് ഹിയർ എന്നുള്ള ടേം വെച്ചാണ്, ദെൻ അവിടെ കംസ് എന്നുള്ള ഒരു വേർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കംസ് എന്നുള്ള വേർബ് സിംഗുലർ വേർബാണ്, പക്ഷെ നമുക്ക് ഇത് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ആക്ച്വൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് CI and a few policemen എന്നുള്ളതാണ് ഇതിൻ്റെ ആക്ച്വൽ സബ്ജക്റ്റ്. അപ്പോൾ CI and a few policemen എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ പ്ലൂറൽ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഹിയർ കം ദ CI and a few policemen എന്നാണ് പറയേണ്ടത്. അതായത് ഹിയർ വെച്ച് തുടങ്ങിയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ആക്ച്വൽ സബ്ജക്റ്റ് ഏത് ഫോമിലാണുള്ളത്. അതായത് ആക്ച്വൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വേർബ് യൂസ് ചെയ്യണം ഹിയറിന് ശേഷം, ദെൻ പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. സോ ഇഫ് യു ലൈക്ക് ദ ക്ലാസ്, please don't forget to subscribe my channel and share it with your friends. Thank you.